യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിക്കാൻ പോവാണ്. കുറേ ദിവസമായി കണ്ടിട്ട്. ലാസ്റ്റ് ഒരു കല്യാണത്തിന് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ 2-3 പേരെ വരുത്തുള്ളൂ. എങ്കിലും നമ്മൾ ഇന്ന് വീട്ടിൽ മീറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ 2-3 മാസം മുന്നേ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ മീറ്റ് ചെയ്ത ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് ഇവിടെ മീറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട് 10:30. അപ്പോൾ ജെസ്സിനും ഞാനും എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി ഡ്രൈവിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ടൗണിൽ വെച്ച് മീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് വരാനൊക്കെയാണ് പ്ലാൻ പോലൊക്കെ നടന്നാൽ മതി. എന്തായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ എനിക്കൊരു കൊറിയറൊക്കെ കൊടുക്കാനുണ്ട്. അതുപോലെ കുറച്ച് ലേറ്റായി എപ്പോഴും ഉള്ളതുപോലെ. ഇനി ബസ്സോ ഓട്ടോയോ വല്ലതും വിളിച്ചിട്ട് വേണം പോകാൻ. ഉമ്മച്ചി കൊണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ടൗണിൽ പോയിട്ട് ഉമ്മച്ചി വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൊണ്ടാക്കുന്നത് മോശമല്ലേ. ഇനി വല്ല ഓട്ടോയും പിടിച്ച് പോകണം. പിന്നെ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ നടത്തിയും അതുപോലെ തന്നെ ഓട്ടോ വിളിച്ചൊക്കെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നല്ല വെയിലും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ വിചാരിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ടിടാന്ന്. അങ്ങനെ വെച്ച് ലാസ്റ്റ് ഇപ്പോൾ 1 മാസമായി. ഇപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇപ്പോൾ ഞങ്ങൾ ആരും ഞങ്ങളുടെ നാട്ടിലോ അടുത്തടുത്തായിട്ട് മീറ്റാക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നുമല്ല. എല്ലാവരും പഠിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ടൈം തന്നെ കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള കൊറിയറൊക്കെ ഏൽപ്പിച്ച് ഞാൻ സെറ്റാക്കിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഹസ്ബൻഡ് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റിനും ഇനി ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം സ്റ്റാൻഡിൽ വെച്ച് എല്ലാവരും മീറ്റ് ആക്കാനായിട്ട്. കാറിൽ കയറിയിട്ട് പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഞാൻ ജസ്സിൻ്റെ അടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജസ്സിന് ഓടിച്ചു, ഞാൻ ഓടിച്ചു, അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റായി. നമ്മൾ വിചാരിച്ചിരുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ കാറിൽ നിന്ന് നമ്മൾ ഇറങ്ങുമെന്നാണ്. പക്ഷേ കുറച്ച് ദൂരം നമ്മളെ ഇന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് 1.5 മണിക്കൂറായി ഡ്രൈവിങ്ങിന് ഇരുന്നിട്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഞങ്ങളെ ഇന്ന് എല്ലാവരും കൊല്ലും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. വന്ന് കണ്ടപ്പോഴേ പോസ്റ്റ് ആക്കിയതിന് ഞങ്ങൾക്കിട്ട് നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഫോണൊക്കെ മാറ്റി പിന്നെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. ഗൈസ്, റിയ ഇന്ന് കൂടെ ഇല്ല. റിയക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. വിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം കേട്ടോ. വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി. ഗൈസ്, ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ തന്നെ എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ. 1, 2, 3, 4 ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലോ. ഷിഫായി കാണുന്നില്ല. ഷിഫ കയറിയോ? ഭയങ്കര അലപ്പ്. ഓട്ടോയിൽ ഭയങ്കര അലപ്പ്. ഒരു കൊല്ലത്തെ കഥ മൊത്തം ഇരുന്ന് പറയുമോ ഈ വണ്ടിയിൽ. മാമ ഇപ്പം ഇറക്കി വിടും. ഓട്ടോയിൽ കയറി ഭയങ്കര സംസാരവും ബഹളമായിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതൊക്കെ കൂടി ആ ഓട്ടോയിൽ വെച്ച് തന്നെ പറഞ്ഞങ്ങ് തീർത്തേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ 2 പേര് വന്നിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട്സൊന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ അടുത്ത് എങ്ങനെയാണോ അതിനേക്കാളും കമ്പനിയാണ് ഉമ്മച്ചിയെടുത്ത്. കാരണം എപ്പോഴും എന്നെ വൈകിട്ട് വിളിക്കാൻ വരുമ്പം ഇവരെ കാണും, സംസാരിക്കും. അങ്ങനെ ഭയങ്കര കമ്പനിയാട്ടോ. കൊച്ചിലെ തൊട്ടേ എൻ്റെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഉമ്മച്ചി ക്ലോസ് ആയിരിക്കും. പിന്നെ ഇവരെല്ലാം വന്ന് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു കോളേജിൽ പോയി പുതിയ ഫ്രണ്ട്സും ആ ഒരു രീതിക്കൊക്കെ എത്തി പഴയ ഫ്രണ്ട്സിനെ മിസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് ഇവരെല്ലാവരും ഞാൻ വീട്ടിൽ വിളിച്ചത്. അപ്പോൾ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കുറച്ചുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി ക്ലാസ്സിലൊക്കെ ഒത്തുകൂടുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. എങ്കിലും ഞങ്ങൾ ഉള്ളവരെ വെച്ചിട്ട് ഓണം പോലെ തന്നെ അടിച്ചു പൊളിക്കുകയായിരുന്നു. പിന്നെന്താ, ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ച് നേരെ അവർ എൻ്റെ റൂമിലോട്ട് കയറി അങ്ങനെ വീടൊക്കെ ഫുള്ളൊന്ന് കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പരിപാടീസൊക്കെ. നീ ചെയ്തതാണോ? അല്ല, ഞാൻ ഗിഫ്റ്റ് കിട്ടിയതാ. നിങ്ങളുണ്ട്? ഇല്ലടി, ഒരെണ്ണത്തിലേ ഉള്ളൂ. നോക്ക്, ആ ഒരെണ്ണത്തേ കാണും. അതൊക്കെ മതി. അത് മറ്റേ ഹാഫ് സൈഡ് കിട്ടിയപ്പോ എടുത്ത നല്ല ഫോട്ടോ. ആ മുട്ടായി നേരത്തെ കഴിച്ചു നോക്കുക. അല്ലേ കിറ്റ്കാറ്റ് എങ്ങാണ്ട. എന്നെ കീറാതിരി. നീ തരുന്നില്ലേ? വേറെ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. തല ഞാൻ എന്റെ റൂം കാണിക്കാതെ എന്റെ റൂം ടൂർ ഇടാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഈ പിള്ളേര് വന്നത് മൊത്തം കുളമായി. പക്ഷെ റൂം ടൂർ ഇല്ല. നീ കബോർഡാണ് തുറക്കിട്ടത്. നിനക്ക് അതുപോലെ മതിയോ? വേറെ എന്തേലും എന്റെ നെറ്റ് ഇച്ചിരി സജഷൻസ് ഒക്കെ ഇല്ല. ബ്യൂട്ടി പാർലർ കല്യാണത്തിന് ഒരുങ്ങുന്നല്ലേ. എനിക്ക് ന്യൂഡ് ലിപ്സ് വേണം. അതാ ഒരുങ്ങട്ടെ. കുടിച്ചോ?
ഇവിടെ തോർത്തൊക്കെ കൊടുത്താൽ കേട്ടോ. ഞാനും എങ്ങനെ 5 മിനിറ്റ് കുളിക്കാൻ എടുത്തുള്ളൂ. പിന്നെ വന്ന ഉടനെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ എണ്ണീറ്റ് പോയിട്ടുണ്ട്, ഇനി അടുത്ത ആൾ ഇരിക്കുകയാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. ഇതപ്പോൾ ചെയ്തു, ഇനി അടുത്ത ആളെ ഇരുത്തണം. സപ്പോർട്ടിന് വേണ്ടിയുള്ള വള്ളി. പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും ഞാൻ വീഡിയോസിൽ എടുത്തില്ല കേട്ടോ. കാരണം ഞങ്ങളുടേതായ അലമ്പ് പരിപാടിയിലൊക്കെ ആയിട്ട് കുറേ സംസാരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മന്തി ആയിരുന്നു. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ മന്തി, ബിരിയാണി, മന്തി, ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഞാൻ എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ലഞ്ച് ബോക്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഉമ്മച്ചിയുടെ മന്തിയും ബിരിയാണിയും ഒക്കെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ സ്കൂളിൽ എപ്പോഴും ചോറും മോരും തോരനും മീൻകറിയൊക്കെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി ഒരു മന്തിയായിരുന്നു. ഇനി തന്നെ ഇങ്ങനെ പുരട്ടുക, മെല്ലെ ഇങ്ങനെ ഇളക്കുക, അങ്ങനെ നോക്കുക. അല്ലേ ജസ്റ്റിന് പിന്നെ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് വായി വെക്കാം, വെക്കാൻ പറ്റില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കി, സ്ട്രോബെറി പിസ്ത ഫ്ലേവർ ആയിട്ടുള്ളത്. 1 2 3 4 5 6 7 8 അടുത്ത പീസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഷിഫാക്ക് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു മൺഡേ എടുത്ത വ്ളോഗാട്ടോ. ഏതോ ഒരു അവധി ദിവസങ്ങളിൽ എടുത്തൊരു വ്ളോഗായിരുന്നു. ട്യൂസ്ഡേ അവൾക്ക് ക്ലാസ്സിന് തിരിച്ച് പോകാനുള്ളത് കൊണ്ട് തന്നെ അന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ബാക്കി ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ ബാക്ക് ടു ഞങ്ങളുടെ കുറച്ച് പരിപാടീസിലോട്ട് കടന്നു, ഡാൻസും പരിപാടിയൊക്കെ. ഗൈസ്, ഞങ്ങൾ സക്സസ്ഫുള്ളി ഒരു ഡാൻസ് റീൽ എടുത്തിട്ടുണ്ട്. ഇനി 2 ഡാൻസ്, 10 ടേക്കും ഒരു ഡാൻസും. ഇനി ഹസ്നിയായിട്ടുള്ള ഡാൻസ്. KP-നുള്ള ഡാൻസ് നമുക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾസും ബലൂൺസൊക്കെ വീർപ്പിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചാലഞ്ച് പരിപാടിയൊക്കെ അത്ര എളുപ്പമല്ല കേട്ടോ ചെയ്യാനായിട്ട്. ഭയങ്കര പാടാണ്. ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ തീർന്ന്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബോൾ മുകളിലോട്ട് വിട്ട് താഴെ വരുമ്പോഴേക്കും ഈ ബോൾസൊക്കെ എടുത്ത് ആ പ്ലേറ്റിലോട്ട് ഇടണം. പക്ഷേ ജസ്സിന് അങ്ങോട്ട് ആ തുണിയൊക്കെ വലിച്ച് വാരി ആകെ വിഷയമായിരുന്നു. അപ്പോൾ ഉമ്മച്ചി കാണിച്ചു തരാമെന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന്. പൊക്കി വിടുമ്പോഴത്തേക്ക് നോക്കട്ടെ, ഒന്ന് എണ്ണിക്ക്. 2 3 4 5 6 വെച്ചിട്ട് മതി മതി മതി. 1 2 3 4 14 പൊട്ടിക്ക്. 15 എടുത്താലും മതി. 5 6 1 2 3 start. Hasni. Dia. KP. That's it. Dia.
കണ്ണുവരടിച്ച് കൊടുത്തത്. Ready, 1, 2, Ready, 1, 2, 3, start. ഞാൻ കളിക്കില്ല. ഗൈസ് ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഡാൻസ് ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. യെസ് ഷിഫ പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോ പോവും. അപ്പോൾ ഉടനെ പോവും. ചായ ഒക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. വയ്യ ഗൈസ്, ക്ഷീണിച്ചില്ലേ? പിന്നെ ഭയങ്കര തലവേദന എടുക്കുന്നു. ഇവിടെ വന്നപ്പോൾ തലവേദന. തലയൊക്കെ അടിച്ച് പൊളിച്ച് ചാലഞ്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഞാൻ അതൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടാ മതി കേട്ടോ. അടിപൊളി വീഡിയോ ആണ് guys. അലമ്പ് പരിപാടിയാണ്. ഞാൻ ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ലപോലെ ടയേർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ KP ഉമ്മച്ചിയുടെ കൂടെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ അല്ല, അവളുടെ വീട്ടിലോട്ട് പോവാണ്. രണ്ടുപേരും ഇപ്പൊ പോവും. അപ്പോൾ ഇനി അടുത്ത് ഇതുപോലെ ഗെറ്റ് ടുഗെദർ ഒക്കെ ആകുമ്പോൾ വരാം. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്സ്, ഞങ്ങളുടെ വേറെ എല്ലാ ഫ്രണ്ട്സും കൂടി മീറ്റ് ആക്കിയിട്ടുള്ള ഒരു പരിപാടി അല്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെയും കൂടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.